മഴ തോരും മുൻപേ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. കൈതക്കൽ വീടിന്റെ അന്തരീക്ഷം ആകെ കലുഷിതമായിരുന്നു. വരാനിരിക്കുന്ന വലിയ പൊട്ടിത്തെറിയുടെ സൂചനകൾ ആ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ പോലും പ്രതിഫലിച്ചിരുന്നു. ബാലചന്ദ്രൻ തികഞ്ഞ അസ്വസ്ഥതയോടെയാണ് അവിടെ നിന്നിരുന്നത്. അപ്പോഴാണ് ശിവന്റെ ഫോൺ കോൾ വന്നത്. ആ വിളി വെറും ഒരു കുശലാന്വേഷണമായിരുന്നില്ല, മറിച്ച് ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു. എന്തുണ്ട് ശിവേട്ടാ വിശേഷം? അസുഖമൊക്കെ മാറിയോ? ബാലചന്ദ്രൻ ചോദിച്ചു. പക്ഷേ മറുതൽക്കൽ ശിവന്റെ സ്വരം കടുപ്പമേറിയതായിരുന്നു. അസുഖമൊക്കെ ഭേദമായി ബാലചന്ദ്ര. പക്ഷേ നിനക്ക് അസുഖമുള്ളപ്പോൾ നീ എന്തിനാ വേണ്ടാത്ത ടെൻഷനൊക്കെ തലയിലെടുത്തു വെക്കുന്നത്? ശിവന്റെ ചോദ്യത്തിൽ ഒളിച്ചുവെച്ച പരിഹാസമുണ്ടായിരുന്നു. ബാലചന്ദ്രൻ വിട്ടുകൊടുത്തില്ല. എനിക്ക് ടെൻഷൻ കിട്ടിയത് കൈതക്കൽ വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് അവൻ തിരിച്ചടിച്ചു. ശിവന്റെ മറുപടി പെട്ടെന്നായിരുന്നു. അവിടെ നിന്റെ വീട്ടിലാണ് ഇപ്പോൾ പ്രശ്നം. ഞങ്ങൾ അങ്ങോട്ടേക്കൊരു പെണ്ണിനെ മാത്രമല്ലേ തന്നുള്ളൂ. അതത്ര വലിയ ടെൻഷനാണോ? ബാലചന്ദ്രന്റെ മുഖം മുറുകി. അവന് ആ അസുഖത്തേക്കാൾ വലിയ ടെൻഷൻ തന്നെയാണ്. ശിവൻ തൻ്റെ യഥാർത്ഥ ഉദ്ദേശം വെളിപ്പെടുത്തി. ആ ടെൻഷൻ തീർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ മാത്രമല്ല, രാജീവനും രാവണ്ണി മാമനും മക്കളും എല്ലാവരും വരുന്നുണ്ട്. ആരും വിചാരിക്കാത്ത അത്ര ആളുകളുണ്ടാവും. നിങ്ങൾ വന്ന് ആ ടെൻഷൻ അങ്ങ് തീർത്താൽ മതി. പക്ഷേ അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇവിടെയുള്ള വൈജയന്തിയെ ഒന്ന് ഉപദേശിച്ചാൽ മതി, ബാലചന്ദ്രൻ പറഞ്ഞു. എന്നാൽ ശിവന്റെ ലക്ഷ്യം വൈജയന്തി ആയിരുന്നില്ല, അലീനയായിരുന്നു. അവളോട് ഞാൻ ചോദിച്ചപ്പോൾ നിന്റെ വീട്ടിലാണ് പ്രശ്നമെന്നാണ് പറഞ്ഞത്. ആ ടെൻഷൻ ഞങ്ങൾ അങ്ങ് വന്ന് തീർക്കും, തീർത്തിട്ടേ മടങ്ങൂ, ശിവൻ തറപ്പിച്ചു പറഞ്ഞു. ഇവിടെ വന്ന് തീർക്കാനാണെങ്കിൽ ഇത്തിരി വിഷമിക്കും, ബാലചന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. പക്ഷേ ശിവൻ അത് കാര്യമാക്കിയില്ല. വിഷമിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ വരും. ഫോൺ കട്ട് ചെയ്യുമ്പോൾ ബാലചന്ദ്രൻ്റെ ഉള്ളിൽ ദേഷ്യവും നിസ്സഹായവും നിഴലിച്ചു. അവൻ ഫോൺ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. മുറിയിൽ ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ അലീന നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം ഭയം കൊണ്ട് നിഴലിച്ചു. ബാലചന്ദ്രൻ്റെ മുഖത്ത് വിഷമം കാണുമ്പോൾ അവൾക്ക് സഹിക്കാനായില്ല. അച്ഛാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്നും പോവണോ? ഞാൻ എറണാകുളത്തേക്ക് പോയാലോ? ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അവർ വന്നിട്ട് തിരിച്ചു പോകില്ലേ? അലീനയുടെ ശബ്ദമിടറി. ബാലചന്ദ്രൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നീ പോയാലും പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല മോളെ. മാത്രമല്ല, നീ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ വീട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അത് പിന്നെ വലിയ പ്രശ്നമാവില്ലേ? ഇല്ല, ഞാൻ മാമച്ചായൻ്റെ വീട്ടിലേക്കല്ല പോകുന്നത്. ആ വീട് അവർ കണ്ടുപിടിക്കില്ല. ഞാൻ എവിടെ നിന്നൊന്ന് മാറി നിൽക്കട്ടെ? അലീന കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. ബാലചന്ദ്രൻ നിസ്സഹായനായിരുന്നു. അവർ വന്നിട്ട് എപ്പോൾ പോകുമെന്നോ എന്തു ചെയ്യുമെന്നോന്നൊന്നും അറിയില്ല. ഇപ്പോൾ എനിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. ബാലചന്ദ്രൻ്റെ വാക്കുകളിൽ സമ്മതമുണ്ടായിരുന്നുവെങ്കിലും ആ മുഖത്തെ വിഷമം അലീനയെ വല്ലാതെ നോവിച്ചു. അവൾ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയത് ഭാരമേറിയ മനസ്സോടെയായിരുന്നു. മനസ്സ് കൈവിട്ടു പോകുമെന്നായപ്പോൾ അലീന രേവതിയെ വിളിച്ചു. മോളെ, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നം. എന്താ ചേച്ചി, എന്താ പ്രശ്നം? രേവതിക്കുട്ടിയുടെ ആകാംക്ഷ കലർന്ന ചോദ്യം. നാളെ കൊല്ലപ്പള്ളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ മേഡത്തിൻ്റെ വീട്ടിലെ ആൾക്കാരാണ്. ബാലചന്ദ്രൻ സാറിനെ കാണാനാണ് വരുന്നത്, അലീന പറഞ്ഞു. മാഡം മാഡം എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ രേവതിക്കുട്ടിക്ക് ദേഷ്യം വന്നു. അച്ഛനും വരുന്നുണ്ട്, അലീന കൂട്ടിച്ചേർത്തു. അച്ഛനോ? അതാരാ? രേവതിക്കുട്ടിക്ക് മനസ്സിലായില്ല. അതൊക്കെ ഞാൻ നിന്നോട് നേരിട്ട് പറയാം, കുറേ പറയാനുണ്ട്, അലീന പറഞ്ഞു. അലീനയുടെ ശബ്ദത്തിലെ ഭയം തിരിച്ചറിഞ്ഞ രേവതിക്കുട്ടി ഉടൻ പറഞ്ഞു. ചേച്ചി പേടിക്കണ്ട, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന് ചേച്ചിയെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം. വേണ്ട, ഞാൻ ബസ്സിൽ കയറി വന്നോളാമെന്ന് അലീന വിലക്കി. ബാലചന്ദ്രനെ തനിച്ചാക്കി പോകുന്നതിലെ വിഷമം അവൾ പങ്കുവച്ചു. ഫോൺ വെച്ചതിന് ശേഷം രേവതിക്കുട്ടി കാര്യങ്ങളെല്ലാം മാമച്ചായനോടും ഗ്രേസിയമ്മയോടും അവതരിപ്പിച്ചു. അലീന ചേച്ചി ആകെ പെട്ടിരിക്കുകയാണ്. അവിടെ ആ മേഡത്തിൻ്റെ വീട്ടുകാർ വന്ന് പ്രശ്നമുണ്ടാക്കാൻ പോവുകയാണ്. ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പേടിയാണ്, മാമച്ചായൻ പറഞ്ഞു. അവൾക്ക് പേടിയാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് പോന്നൂടെ? തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന പേടിയുണ്ട് ചേച്ചിക്ക്. ബാലചന്ദ്രൻ സാറിനെ ഓർത്തുകൊണ്ടാണ് ചേച്ചിക്ക് കൂടുതൽ വിഷമം, രേവതിക്കുട്ടി പറഞ്ഞു. ഇത് കേട്ട ഗ്രേസിയാമ്മയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അവളെ കണ്ടുകൂടാത്ത കുറേ മനുഷ്യരുടെ നടുവിൽ അവൾ നിൽക്കേണ്ടതില്ലല്ലോ. നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം, അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ബാലചന്ദ്രനും സമാധാനമായിരിക്കും, അവൾക്കും സമാധാനമായിരിക്കും. പണ്ട് വെള്ളം പോകുന്ന വഴിയെ മീൻ പോകുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മീൻ പോകുന്ന വഴിയെ തങ്ങൾ പോവേണ്ടി വരുന്നു എന്ന് ഗ്രേസിയാമ്മ തമാശ രൂപേണ പറഞ്ഞുവെങ്കിലും എല്ലാവരും അലീനയെ രക്ഷിക്കാൻ ഉറച്ചു തന്നെ തീരുമാനിച്ചു. ഇതേ സമയത്തന്നെ കൈതക്കൽ വീട്ടിൽ അലീനയും കൃഷ്ണമോളും ചായയും ബോളിയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ഭവിത അങ്ങോട്ടേക്ക് വന്നു. ഭക്ഷണത്തോടുള്ള അവളുടെ ആർത്തി അവളുടെ നോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾ പതിയെ വന്ന് ടേബിളിൽ വന്നിരുന്നു. അപ്പോഴാണ് വൈജയന്തിയുടെ മാസ് എൻട്രി. നാളെ നടക്കാൻ പോകുന്ന വലിയ യുദ്ധത്തിൽ താൻ വിജയിക്കുമെന്ന ഭാവത്തോടെ തല ഉയർത്തിപ്പിടിച്ചാണ് വൈജയന്തി കടന്നു വന്നത്. അലീനയും കൃഷ്ണമോളും ഭക്ഷണം കഴിക്കുന്നത് കണ്ട് വൈജയന്തി ഒന്ന് നിന്നു. അവജ്ഞതയോടെ നോക്കിക്കൊണ്ട് തന്നെ അവൾ അടുത്തു വന്നു. തിന്നടി, ഇന്ന് വയറ് നിറയിരുന്ന് തിന്ന്. ഇന്നത്തോടു കൂടി നിന്റെ തീറ്റ തീരും. ഇവിടുത്തെ ഒടുക്കത്ത് തീറ്റയായിരിക്കും ഇത്.
നാളെ നീ കാണും, എൻ്റെ വീട്ടുകാരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ കളിച്ചത് വൈജയന്തിയോടാണ്. വൈജയന്തിയുടെ വാക്കുകളിൽ വിഷം നിറഞ്ഞിരുന്നു. എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതിയോ നീ? ഒരു ഡസനോളം ആൾക്കാർ നാളെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്ന സമയത്തിന് കൃഷ്ണമോൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അവരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്നാ ഉണ്ടാക്കാനാ? നിന്നെയൊക്കെ കാല് പിടിച്ചു വലിച്ചുകൊണ്ട് തന്നെ എൻ്റെ ആങ്ങളമാരങ്ങ് പുറത്തിടും, വൈജയന്തി ആക്രോശിച്ചു. ആരൊക്കെ വരുന്നുണ്ടെന്ന് വലിയൊരു ലിസ്റ്റ് തന്നെ അവൾ നിരത്തി. കമലേട്ടത്തി, ഹരി, കരയോഗം പ്രസിഡന്റ്, സെക്രട്ടറി, രാമുണ്ണി മാമൻ്റെ ആൾക്കാർ, അങ്ങനെ ഒരു പട തന്നെ വരുന്നുണ്ട് എന്ന് പറയും. ഇത് കേട്ട് രോഹിത്തും ഭവിതയും ആവേശത്തിലായി. അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ കോളേജിൽ പോകുന്നില്ല, ഇവിടെ അടി കാണാലോ, രോഹിത് പറഞ്ഞു. ഭവിതയും അത് ശരിവെച്ചു. എന്നാൽ കൃഷ്ണമോൾ അനീനക്കൊപ്പം തന്നെ നിന്നു. ഏത് പട്ടാളം വന്നാലും അച്ഛൻ്റെ മുന്നിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് പോകും. വൈജയന്തി പോയതിനു ശേഷം അലീനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ബബിത ആ ബോളി എടുത്ത് കഴിക്കാൻ തുടങ്ങി. നാണമില്ലേ, ഇത് അലീന ചേച്ചി ഉണ്ടാക്കിയതാണ്, കൃഷ്ണമോൾ ശകാരിച്ചു. പക്ഷേ അച്ഛൻ്റെ അനുവാദമുണ്ടെന്നും പറഞ്ഞ് ബബിത അതെടുത്ത് കഴിച്ചു തീർത്തു. രാത്രിയായപ്പോൾ കൃഷ്ണമോൾക്ക് പേടി കൂടി. ചേച്ചി, നാളെ അവർ വരുമ്പോൾ ചേച്ചി എന്തെങ്കിലും ചെയ്യുമോ? അലീന അവളെ ചേർത്ത് പിടിച്ചു. മോളെ, പേടിക്കണ്ട. അന്ന് അച്ഛൻ എന്നോട് ഒന്നും അറിയാതെയാണ് ദേഷ്യപ്പെട്ടത്. പക്ഷേ ഇന്ന് അച്ഛന് എല്ലാം അറിയാം. അച്ഛനുള്ളപ്പോൾ അവരാരും എന്നെ ഒന്നും ചെയ്യില്ല. എങ്കിലും കൃഷ്ണമോളുടെ പേടി മാറിയില്ല. നാളെ രാവിലെ തന്നെ ചേച്ചി എറണാകുളത്തേക്ക് പോയിക്കോ. അവർ വരുമ്പോൾ ചേച്ചിയെ ഇവിടെ കാണണ്ട, അവൾ അപേക്ഷിച്ചു. അലീന പുഞ്ചിരിച്ചു. നേരെ വിളിക്കട്ടെ, നമുക്ക് നോക്കാം. ഭയം കാരണം സ്വന്തം മുറിയിൽ കിടക്കാൻ കൂട്ടാക്കാതെ കൃഷ്ണമോൾ അലീനയുടെ കൂടെ തന്നെ കിടന്നു. അലീന അവളെ സ്നേഹത്തോടെ നെറുകയിൽ ഉമ്മ വെച്ച് ഉറക്കി. പുറത്ത് കൊടുങ്കാറ്റ് വീശാനൊരുങ്ങുമ്പോഴും ആ മുറിയിൽ സ്നേഹത്തിൻ്റെ ചെറിയൊരു വെളിച്ചം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. നേരം വെളുത്തു. രേവതിയും മാമച്ചായനും ദേശീയാമ്മയും പുറപ്പെടാൻ തയ്യാറായി. ജോസുകുട്ടിയെ വീട് നോക്കാൻ ഏൽപ്പിച്ചപ്പോൾ അവന് സങ്കടമായി. എവിടെ പോയാലും തന്നെ ഒഴിവാക്കുന്നു എന്ന പരാതി അവൻ പറഞ്ഞു. യാത്ര തിരക്കിന് മുൻപേ അവർ ബാലചന്ദ്രനെ വിളിച്ചു. ബാലേന്ദ്ര, നീ അവിടെ തന്നെയില്ലേ? ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ ഒളിച്ചോടിയോ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്, ബാലചന്ദ്രൻ പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെയുണ്ട്, എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞങ്ങളൊരു 9 പേര് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. രാവണ്ണി മാമൻ്റെ മക്കളും വരുന്നുണ്ട്. മറുതൽക്കൽ നിന്നും ഭീഷണി പോലെ 9 പേരേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഒരു 25 പേരെങ്കിലും കാണുമെന്ന്, ബാലചന്ദ്രൻ തിരിച്ചടിച്ചു. അവിടുത്തെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ മതി. അലീനെ ഇവിടെ നിന്നും ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങും, അവർ ഉറപ്പിച്ചു പറഞ്ഞു. ഫോൺ വെച്ച ബാലചന്ദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. എന്തു നേരിടാൻ അവൻ തയ്യാറായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നാളത്തെ പ്രൊമോ ആണ്. പ്രൊമോയിൽ കാണിക്കുന്നത് ഉദ്വേഗജനകമായ രംഗങ്ങൾ തന്നെയാണ്. ഗ്രേസ്യാമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും കൂടി കൈതക്കൽ വീട്ടിലേക്ക് എത്തുന്നു. അലീനയെ കൂട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയും. എന്നാൽ രേവതിക്കുട്ടിയുടെ കണ്ണുകൾ ഉടക്കിയത് വൈജയന്തിയിലാണ്. വൈജയന്തിയെ കണ്ടതും രേവതിക്കുട്ടി അത്ഭുതപ്പെട്ടു. ഇത് അതേ മൂക്ക്, അതേ മുഖം, അതേ ശബ്ദം. രേവതി വൈജയന്തിയെ ഉറ്റുനോക്കി. വൈജയന്തിക്കൊന്നും തന്നെ മനസ്സിലായില്ല. ആ നോട്ടത്തിന് പിന്നിൽ എന്തോ വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങൾ. അലീന പോവാനൊരുങ്ങിയപ്പോൾ ബാലചന്ദ്രൻ അവളെ തടഞ്ഞു. മോളെ, നീ ഇവിടെ നിന്നും പോകണ്ട. നീ പോയി കഴിഞ്ഞാൽ അവർ മാമച്ചായൻ്റെ വീട് കണ്ടുപിടിക്കും. അവിടെ വന്ന് അവർ ഭീഷണിപ്പെടുത്തും. അതുകൊണ്ട് നീ എൻ്റെ കൺമുന്നിൽ തന്നെ നിൽക്കണം. ബാലചന്ദ്രൻ്റെ വാക്കുകളിൽ ഒരു സംരക്ഷണത്തിൻ്റെ കരുത്തുണ്ടായിരുന്നു. പുറത്ത് മഴ തോരാൻ തുടങ്ങുമ്പോഴും വീടിനുള്ളിൽ പ്രശ്നങ്ങളുടെ പെരുമഴ ഇനിയും പെയ്യാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നു.